ലോഹ സാന്നിധ്യം കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നു. അതോടൊപ്പം തന്നെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ട ഈ ലോഹ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലോഹം തന്നെ ആയിരിക്കാം. സ്വാഭാവികമായും ആർട്ടിഫിഷ്യൽ മെറ്റൽ എന്ന് പറയുമ്പോൾ അത് വാഹനങ്ങളുടേത് തന്നെ ആയിരിക്കാം എന്ന സ്ഥിരീകരണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്തായാലും മണ്ണ് മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 8 മീറ്ററോളം മണ്ണ് മാറ്റണം. അപ്പോൾ ഏകദേശം ഒരു 20-24 അടിയോളമുള്ള മണ്ണ് മാറ്റേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മണ്ണ് മാറ്റി നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് 8 മീറ്റർ താഴ്ചയിലേക്ക് കടക്കാൻ സാധിക്കുമെന്നൊരു വലിയ പ്രതീക്ഷയുണ്ട്. എം സന്തോഷും സിജു കണ്ണനും തുടരുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സന്തോഷിലേക്കാണ്. സന്തോഷ്, ഈ 8 മീറ്റർ എന്ന് പറയുന്നത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ദൂരം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഇദ്ദേഹവും ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതൊരു എക്സാക്ട് ദൂരം തന്നെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സാക്ട് പോയിന്റ് നമുക്ക് കിട്ടിയ ഒരു സ്ഥിതിക്ക് ഈ 8 മീറ്റർ എന്ന് പറയുന്നത് എത്ര സമയമെടുക്കും? എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു 20-24 അടിയോളമായിരിക്കും മണ്ണുണ്ടാവുക. അത് നീക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര സമയമെടുക്കുമെന്നാണ് കരുതുന്നത്? ഏതായാലും ഈ മെറ്റലിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലം വളരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ആ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു എക്സ്കവേഷൻ, മണ്ണ് മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. ഇത്രയും ദിവസത്തെ തിരച്ചിലിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് തിരച്ചിൽ അസാധ്യമായിരുന്നു. ഇപ്പോൾ തീർച്ചയായും ഈ ലഫ്റ്റനന്റ് കേണൽ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ അതൊരു കൃത്രിമ ലോഹമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മണ്ണിൽ ഉള്ള ലോഹത്തിൻ്റെ സാന്നിധ്യമല്ലാതെ, പാറയിലുള്ള സാന്നിധ്യമല്ലാതെ മറ്റൊരു ലോഹത്തിൻ്റെ സാന്നിധ്യമാണെങ്കിൽ അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു മണ്ണ് മാറ്റുന്ന പ്രക്രിയ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥ അല്പം അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് മാറ്റുന്നത് അല്പം വേഗത കൈവരിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ കൂടി നമുക്കത് എത്ര സമയമെടുക്കും എന്നുള്ളത് കൃത്യമായും ഇപ്പോൾ പറയാൻ കഴിയില്ല. നേരത്തെ ലഭിച്ച സൂചനകൾ പ്രകാരം 1 മണിക്കൂറിലധികം സമയം എടുക്കും എന്നുള്ളതായിരുന്നു നേരത്തെ. മറ്റ് സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റിയതിനു ശേഷമായിരിക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഈ 2 സ്ഥലങ്ങളിലേക്ക് കൂടി മണ്ണ് മാറ്റുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ഏതായാലും ഇതൊരു വാഹനത്തിന്റെ മെറ്റലാകാനുള്ള സാധ്യതയാണ് എന്നുള്ളത് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഈ നേരത്തെ ഒരു കട ഒളിച്ചുപോയി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അത് മറുഭാഗത്താണ്. അതുകൊണ്ട് ആ സ്ഥലത്തെല്ലാം ഈ ഒരു മെറ്റലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോറിയുടെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അർജുന്റെ ലോറിയുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിന്റെ ഭാഗമായിരിക്കാം എന്നുള്ള ഈ 2 സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മണ്ണ് മാറ്റിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ വേഗത്തിൽ മണ്ണ് മാറ്റാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മണ്ണ് മാറ്റിയതിന് ശേഷം എന്താണ് ഈ മെറ്റൽ എന്ന് കണ്ടെത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല വളരെ പ്രതീക്ഷയുടെ മണിക്കൂറുകളാണ് ഈ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന മണിക്കൂറുകളിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. കൃത്യമായും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. GPS-ന്റെ ഒരു കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിലും അത് വിജയം കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, സൈന്യത്തിൻ്റെ കയ്യിലുള്ള മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ആഴം അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അവിടെ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിന് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ സൈന്യത്തിൻ്റെ ഇവിടെ എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ സൈന്യം പൂർണ്ണമായും സജ്ജമായിട്ടല്ല ഇവിടെ എത്തിയിരുന്നത്. ഇത്തരത്തിലുള്ള ആധുനിക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല, റഡാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്തിച്ചത്. അത് എത്തിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് ലഭിച്ചു എന്നുള്ളതും ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ മണ്ണ് നീക്കുന്ന പ്രവൃത്തി അവിടെ ആരംഭിച്ചിട്ടുണ്ട്, അത് പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും പുരോഗമിക്കുന്നുണ്ട്. ഗംഗാവാലിയിൽ നേവി നടത്തുന്ന പരിശോധനയും അവസാനിച്ചിട്ടില്ല, അതും സമാന്തരമായി അവിടെ പുരോഗമിക്കുന്നുണ്ട്. അഞ്ജന. എം സന്തോഷാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിനടിയിൽ ലോറിയാണ് എന്ന രീതിയിലുള്ള ഒരു ശുഭകരമായ വാർത്ത കേൾക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അർജുൻ്റെ ലോറിയാണ് എന്ന ആ ഒരു വാർത്ത കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ജീവന്റെ വിലയുള്ള മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരപ്രകാരം അവിടെ നിന്ന് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധന നടക്കുകയാണ്. ഏകദേശം 8 മീറ്റർ താഴ്ചയിൽ
മണ്ണ് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ മണ്ണ് മാറ്റുന്ന പ്രക്രിയയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ മഴയാണ്. മഴ ഇപ്പോൾ ചെറുതായി ഒന്ന് തോർന്ന ഒരു സാഹചര്യമൊക്കെയാണ്. അപ്പോൾ മലയിടിച്ചിൽ ഉണ്ടായതിന് മലയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്താണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സൈന്യം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഏകദേശം 6 JCBകൾ എത്തിക്കൊണ്ടാണ് അവിടുത്തെ മണ്ണ് മാറ്റൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.